الحمد لله الذي وعد الصابرين حسن المآب وأغدق عليهم فضله بغير حساب، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين، أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാനും എഴുതാനും എളുപ്പമുള്ളതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഒരല്പം പ്രയാസമുള്ളതും, എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനിവാര്യമായും ഉണ്ടാകേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ട ഒരു സ്വഭാവ ഗുണമാണ് ക്ഷമ. അവൻ്റെ വ്യക്തി ജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും ഒരു വിശ്വാസി ബന്ധപ്പെടുന്ന ഏതേതു മേഖലകളുണ്ടോ അവിടെയൊക്കെ ക്ഷമ അവലംബിക്കാൻ അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്, അവൻ അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 90-ലധികം സ്ഥലങ്ങളിൽ ക്ഷമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷമയേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, വലഇൻ സ്വബർതും ലഹുവ ഖൈറുൻ ലിസ്സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ ക്ഷമാലുക്കൾക്ക് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസഅ മിനസ് സബ്ർ. ഒരു അടിമക്ക് ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ മറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ പ്രാധാന്യമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ട ഒരു സ്വഭാവ ഗുണമാണ് ക്ഷമയുള്ളവനാവുക എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്ഷമയുണ്ടാകണം? 3 സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ 3 കാര്യങ്ങളിൽ വിശ്വാസിക്ക് ക്ഷമയുണ്ടാകണമെന്നാണ് ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തത് അസ്സബ്റു അലാ ത്വാഅത്തില്ലാ. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരു വിശ്വാസി ക്ഷമയുള്ളവനാകണം. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിൻ്റെയും റബ്ബ്, ഫഅബ്ദുഹു, അവനെ നിങ്ങൾ ആരാധിക്കണം, വസ്തബിർ ലിഇബാദതിഹി, അവന് ആരാധനകൾ നിർവഹിക്കുന്നതിൽ നീ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതേത് ആരാധനാ കർമ്മങ്ങളുണ്ടോ അതിൽ ക്ഷമ അവലംബിക്കാൻ കഴിയണം. 5 വക്ത് നമസ്കാരങ്ങളിൽ ക്ഷമയുള്ളവനാകണം. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ, നീ നിന്റെ കുടുംബത്തിന് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ക്ഷമയുള്ളവനെ അവന് സമയമെടുത്തുകൊണ്ട് അതിൻ്റെ റുക്നും വാജിബുകളും ഒക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ. നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ക്ഷമയുള്ളവനെ കഴിയുകയുള്ളൂ. ഹജ്ജ് ചെയ്യാൻ, അതേപോലെ തന്നെ നോമ്പെടുക്കാൻ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, നന്മകൾ ചെയ്യാൻ ക്ഷമയുള്ളവനെ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ക്ഷമ എല്ലാ നിലക്കും നന്മയാണ്,
പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവോ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം സുഹൃതവാന്മാരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമാലുക്കളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. അതേപോലെ തന്നെ റബ്ബ് വീണ്ടും പറയുന്നുണ്ട്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വലിയ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുന്ന ഉത്തമമായ ഉദാത്തമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ക്ഷമയുള്ളവനാകാൻ കഴിയണം. രണ്ടാമത്തത് ഉലമാക്കൾ പറഞ്ഞു, അസ്സബ്റു അൻ മഅസിയത്തില്ല, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമയുണ്ടാകണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നിഷിദ്ധങ്ങൾക്കാണ് ആളുകൾക്ക് മോഹമെന്ന് പറയുന്നത്, തിന്മകൾ ചെയ്യാനാണ് ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹം മുഴുവനും തിന്മകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ കൂടാനാണ് ആളുകൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആ തിന്മകൾ ചെയ്യാതെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നും അവന് മഗ്ഫിറത്തുണ്ട് എന്നും വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ലഹും മഗ്ഫിറത്തുൻ, അല്ലാഹുവിൻ്റെ പാപമോചനമുണ്ട് അവർക്ക്, വ അജ്റുൻ കബീർ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വ അൻ തസ്ബിറു ഖൈറുൽ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, തിന്മകൾ ചെയ്യാതിരിക്കാൻ ക്ഷമയുള്ളവനാകണം. ആളുകൾ തിന്മകൾ ചെയ്യുമ്പോഴും അതിലേക്കടുക്കാതെ, അത് ചെയ്യാതെ ക്ഷമിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറാൻ, അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തേത് ഉലമാക്കൾ പഠിപ്പിച്ചു തന്നു, അസ്സബ്റു അലാ അഖ്ദാരില്ല, അല്ലാഹുവിൻ്റെ വിധികളിൽ ക്ഷമയുള്ളവനാകണം എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഏതൊക്കെയുണ്ടോ, വിധികൾ ഏതൊക്കെയുണ്ടോ, അതിൽ ക്ഷമ അവലംബിക്കാൻ കഴിയണം. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പേടിയിട്ട് നിന്നുകൊണ്ട്, അതേപോലെ തന്നെ വിശപ്പ് നൽകിക്കൊണ്ട്, ധനനഷ്ടം നൽകിക്കൊണ്ട്, ശരീരനഷ്ടം നൽകിക്കൊണ്ട്, വിഭവനഷ്ടം നൽകിക്കൊണ്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് പ്രിയമുള്ളവരെ നാട്ടിൽ നിന്ന് 2-3 ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത പരീക്ഷണങ്ങളാണ് ചില നാടുകളിൽ ഈ മഴക്കാലത്ത് അവരവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് റബ്ബ് പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളതാണ്. അത്തരം രംഗങ്ങളിൽ ക്ഷമ അവലംബിക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായത് അമ്പിയാക്കന്മാർക്കായിരുന്നു. അവരൊക്കെ ക്ഷമയോടുകൂടി അതിന് നേരിട്ടിട്ടുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഉണ്ണിയാലൊടുങ്ങാത്ത പ്രവാചകന്മാർ അഖിലവും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിതനായി ഒരുപാട് കാലം കിടക്കേണ്ട സാഹചര്യമുണ്ടായി. തൻ്റെ കുടുംബക്കാരെല്ലാവരും ഒഴിവാക്കി, തൻ്റെ സമ്പത്തു നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യയൊഴികെ എല്ലാവരും കൈയൊടിയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അള്ളാഹുവിനോട് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവേ, എനിക്കൊരു പ്രയാസം പിടിപെട്ടിരിക്കുന്നു, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവനാണല്ലോ, അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണമെന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ
ചെയ്തത്? അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സ്വാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ തീർച്ചയായും നാം വജദ്നാഹു സ്വാബിറ, അദ്ദേഹത്തെ നാം കണ്ടു, ക്ഷമയുള്ളവനായി നാം അദ്ദേഹത്തെ കണ്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി, കുടുംബം നൽകി, സമ്പത്ത് നൽകി, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, പരീക്ഷണത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയണം. എല്ലാം പറഞ്ഞിട്ട് റബ്ബിന് തൃപ്തിയില്ലാത്ത എല്ലാ സംസാരങ്ങളും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി നമുക്ക് ക്ഷമിക്കുക എന്നുള്ളതിൽ അർത്ഥമില്ല. ക്ഷമ തൻ്റെ ആദ്യഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിയണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മർറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി അലാ സബിയിൻ ലഹാ. ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ കുട്ടി മരണപ്പെട്ടതിൽ ആ പെണ്ണ് വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനരികിലൂടെ നടന്നുപോയി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വസ്ബിരി, നീ ക്ഷമിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ പെണ്ണ് പ്രതികരിച്ചു, നിങ്ങളുടെ കുട്ടിയല്ലല്ലോ മരണപ്പെട്ടു പോയിട്ടുള്ളത്, നിങ്ങൾക്കല്ലല്ലോ ഈ മുസീബത്ത് ബാധിച്ചിട്ടുള്ളത്, എനിക്കല്ലേ, എൻ്റെ വിഷമം നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇത് വന്നത് പ്രവാചകനാണ് എന്നും പറഞ്ഞത് പ്രവാചകനാണ് എന്നും മനസ്സിലാക്കിയപ്പോൾ അള്ളാന്റെ റസൂലിൻ്റെ അരികിൽ പോയിട്ട് ക്ഷമാപണം നടത്തി. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമ അതതിൻ്റെ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമുക്ക് ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയലുണ്ടോ? നമ്മുടെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷമ അവലംബിക്കാൻ കഴിയലുണ്ടോ? പലപ്പോഴും പല ആളുകൾക്കും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നാൽ അക്ഷമനാകുന്നു, പിന്നിൽ നിന്ന് 2 ഹോൺ അടിച്ചാൽ അവൻ അക്ഷമനാകുന്നു, മുന്നിലുള്ള ആളുകൾ 2 പ്രാവശ്യം ബ്രേക്ക് ചവിട്ടിയാൽ ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളും ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ അക്ഷമനാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അവിടെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ഷമ അവലംബിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ ക്ഷമ അവലംബിക്കാൻ നമുക്ക് കഴിയലുണ്ടോ? നമ്മൾക്കുള്ള ഭക്ഷണത്തിൽ ഒരൽപ്പം ഉപ്പ് കുറഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയാൽ കുളിച്ചിറങ്ങുമ്പോഴത്തിനും വസ്ത്രം അവിടുന്ന് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇണയോട് ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഓടുന്ന തൊട്ടടുത്ത ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് തട്ടി എന്നുള്ളത് ചരിത്രം കേട്ടവരാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയോടുകൂടി ഒന്നും മിണ്ടാതെ അത് പെറുക്കിയെടുത്തു എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥയുണ്ടാവുക? അവിടെ എത്ര സംസാരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പ്രവാചകന്റെ വീട്ടിലെ പാത്രമുടഞ്ഞപ്പോൾ ദാമ്പത്യത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് ഉണ്ടായത് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ക്ഷമ അതതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം ക്ഷമയുള്ളവരാകാൻ, ക്ഷമാശീലരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നു മനുഷ്യൻ്റെ പൊതുവിലുള്ള ഒരു സ്വഭാവമാണ് എല്ലാം പെട്ടെന്ന് നേടിയെടുക്കുക എന്നുള്ളത്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലിയിലേക്ക് എത്തണം എന്നുള്ള ഒരു മോഹമാണ് ഇന്ന് അധികം ആളുകളിലുമുള്ളത്. ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കാനും, ക്ഷമയോടുകൂടി ഇരുന്ന് ജോലികൾ ചെയ്യാനും, ക്ഷമയോടുകൂടി ഇരുന്ന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും ഇന്ന് പല ആളുകൾക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എത്രയും പെട്ടെന്ന് എല്ലാം തീർക്കണമെന്നുള്ള ഒരു മോഹമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത്. എന്നാൽ പഠന വിഷയത്തിലായിരുന്നാലും, ജോലി വിഷയത്തിലായിരുന്നാലും, ഉത്തരവാദിത്ത നിർവഹണങ്ങളിലായിരുന്നാലും ക്ഷമ അവലംബിക്കാൻ കഴിയണമെന്നുള്ളതാണ്. മഹാനായ ഹിളർ നബി അലൈഹിസ്സലാമയുടെ അരികിൽ പഠിക്കാൻ വേണ്ടി വന്ന മൂസ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നുണ്ട്, സത്തജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറ, നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ക്ഷമയോടുകൂടി ഇരുന്നും അങ്ങയിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പഠന വിഷയങ്ങളിലായിരുന്നാലും, ജോലി വിഷയങ്ങളിലായിരുന്നാലും, ഏതേതു മേഖലകളിലായിരുന്നാലും ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം വിജയം കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിജയം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നൻ നസ്റ മഅസ് സബ്ർ, ക്ഷമയുടെ കൂടെയാണ് വിജയമുള്ളത് എന്ന് അല്ലാഹുവിൻ്റെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിജയം കൊതിക്കുന്നവരാണ് എങ്കിൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ അവസരങ്ങൾ അതല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനുകളും മനുഷ്യനെ ഒരുപക്ഷെ അക്ഷമനാക്കിയേക്കാം. അവിടെ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്. എന്നിട്ട് ആ നഷ്ടത്തിൽ നിന്ന് വിമുക്തി നേടിയ ആളുകളുടെ ഗുണങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിലൊന്ന് അല്ലാഹു പറയുന്നത് വതവാസൗ ബിസ്സബ്ർ, അവർ അന്യോന്യം ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് കൂടെയുള്ളവർക്ക് ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജദ്നാ ഖൈറ ഐശിനാ ബിസ്സബ്ർ, പിന്നെ ക്ഷമയുടെ കൂടെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഖൈറുകളും ഞങ്ങൾ കണ്ടെത്തിയിരുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലാകാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, വിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരോടൊപ്പമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ റബ്ബിൻ്റെ മഅയ്യത്ത്, ക്ഷമ എന്ന സ്വഭാവം നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ആ ഉദാത്തമായ സ്വഭാവം ജീവിതത്തിൻ്റെ ഉടനീളം ഭാഗവാക്കാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അവരുടെ ഖബറിടന്ന് വിശാലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ജഅൽ ദൗലത്തൽ ഇമാറാത്ത് ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ വഫിഖ് റഈസദ് ദൗല വനവാബഹു വഹുക്കാമൽ ഇമാറാത്ത് ലിമാ തുഹിബ്ബുഹു വതർളാ. അല്ലാഹുമ്മ അർഹം ശുയൂഖൽ ഇമാറാത്ത് الذين انتقلوا إلى جارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم وأقم الصلاة.